പ്രിയങ്ക ഗാന്ധി ജോയിന്റ് പാർലമെന്റ് കൌൺസിലിൽ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബിൽ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിലേക്കാണ് പ്രിയങ്കയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ കൂടാതെ മനീഷ് തിവാരി, സുഖദിയോ ഭഗത്, രൺദീപ് സുർജേവാല എന്നിവരെ കോൺഗ്രസ് നോമിനികളായി നിർദ്ദേശിച്ചു. സാകേത് ഗോഖലെയും കല്യാൺ ബാനർജിയും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും JPC-യിൽ പാർലമെന്ററി ഭരണ സംവിധാനത്തിൽ നിയമങ്ങൾ പരിശോധിക്കുന്നതിനും ഭേദഗതികൾ നിർദ്ദേശിക്കുന്നതിനും പുതിയ നിയമങ്ങൾക്കായി നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി പാർലമെന്റോ നിയമസഭയോ നിയമിക്കുന്ന കമ്മിറ്റിയാണ് ഇത്. ഇങ്ങനെ ഒരു സുപ്രധാന സ്ഥാനത്തേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രിയങ്കയെ ഇത്തരം ഗൗരവപൂർവമായ കാര്യങ്ങളിൽ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ അത് അവരുടെ മികവിന്റെ പ്രത്യേകത തന്നെയാണ്. വയനാട്ടിൽ നിന്നും വിജയിച്ച് MP ആയി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി വ്യത്യസ്തമായ പ്രതിഷേധ ശൈലിയിലൂടെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ലോക്സഭയിൽ അവതരിപ്പിച്ച സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പുമായി മുന്നോട്ട് വന്നിരുന്നു. കോൺഗ്രസ് ശക്തിയുക്തം ബില്ലിനെ എതിർത്തു. ഈ ബില്ലിന് മേലുള്ള കൂടുതൽ വിശകലനങ്ങൾ ചെയ്യുകയും അത് നിമിത്തം ഇന്ത്യക്ക് സംഭവിക്കാൻ പോകുന്ന വിള്ളലുകളും പഠന വിഷയമാകും.